Suresh Gopi, an Indian film actor, politician and singer who currently serves as a member of the parliament in the Rajya Sabha. The role of Kannan Perumalayan in Jayaraja's Kaliyattam won him the National Film Award for Best Actor. രണ്ടായിരത്തി 2009 2010 ആണ് വലിയ മെത്രോപൊലിത്ത മാർ ക്രിസോസ്റ്റം പ്രിയങ്കരനായ തിരുമേനി ഈ ഗ്രഹത്തിലേക്ക് ഒരു സന്ദർശനത്തിലൂടെ ഞങ്ങളെ കുടുംബക്കാരെ മുഴുവൻ അനുഗ്രഹിക്കുന്നത്. അമ്മൂമ്മയാണ് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരത്തി. ആറന്മുള പൊന്നമ്മ ഒരുമിച്ചാണ് ക്രിസോസ്റ്റം തിരുമേനിയുടെ കൂടെ സ്കൂളിൽ പഠിച്ചിരുന്നത്, കോഴഞ്ചേരി. അപ്പോൾ ആ സൗഹൃദം പുതുക്കണം, എനിക്ക് കുറച്ച് ഭക്ഷണവും തരണം എന്നിങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെട്ട ഒരു ദിവസം വരികയായിരുന്നു. അന്ന് ഇവിടെ മീഡിയയൊക്കെ ചേർന്ന് വലിയൊരു ഉത്സവമാക്കി മാറ്റി. ഇപ്പോഴും ഒട്ടും നിറം മങ്ങാതെ കൂടുതൽ നിറങ്ങൾ ചേർന്ന് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ആ ഓർമ്മ സൂക്ഷിക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും അന്ന് ചെറുതായിരുന്നത് കൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് തിരുമേനി ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുന്ന, അല്ലെങ്കിൽ സങ്കല്പിച്ച് കാണുന്ന, അല്ലെങ്കിൽ ദിവാസ്വപ്നത്തിൽ കാണുന്ന ദൈവം വരുന്നു, ശ്രീകൃഷ്ണൻ വരുന്നു, ക്രിസ്തു വരുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച യാഥാർത്ഥ്യമായ ഒരു ദിവസമായിരുന്നു. ദൈവം ഈ വീട്ടിലേക്ക് ലോഹയണിഞ്ഞ് കടന്ന് കയറി വരുന്നു എന്ന ഒരു ദിവ്യമായ അനുഭവമാണ്. അതിന് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത, അതിന് പിൻപും അദ്ദേഹം വരുമ്പോൾ പോലും തോന്നിയിട്ടില്ലാത്ത ഒരു ദിവ്യമായ പ്രത്യേകതരം അനുഭവമായിരുന്നു. ഞാനിത് പറയുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം, നമുക്ക് ഒരുപാട് ഗോഡ്മെൻ ഉണ്ട് ലോകത്ത്. പക്ഷേ ഒരു മനുഷ്യൻ ദൈവമായി വരുന്നു, ദൈവം ആയി വരുന്നു എന്ന് പറയുമ്പോൾ ദൈവമാകുന്നതിൽ പൂർണ്ണത അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ, അദ്ദേഹം ലോകത്തിന് വേണ്ടി എന്ത് കരുതലാണ് ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള വിവിധ തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പറയുന്നതാണ്. ഇത് ഗോഡ്മാൻ അല്ല, ഇത് ഒരു മനുഷ്യ ദൈവമാണ്, ദൈവാംശമുള്ള മനുഷ്യ ജന്മമാണ്, ഒരു അവതാരമാണ്. അവതാരങ്ങളായിട്ട് വന്നിട്ടുള്ളതെല്ലാം മനുഷ്യരാണ്, ദൈവാംശമുള്ള മനുഷ്യർ. അങ്ങനെ ഒരു അവതാരമാണ് ഈ കലികാലത്തിൽ വലിയ മെത്രോപൊലിത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി, ഈ വീടിൻ്റെയും കാർന്നോർ. എത്ര വർഷം മുമ്പാണ് ഈ വീട്ടിൽ വരുന്നത്? എനിക്ക് അങ്ങനെ അതൊന്നും ഓർക്കാനുള്ള കഴിവില്ല. 2000 വന്നപ്പോൾ അന്ന് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഇവിടെ. 2010 ആദ്യം വന്നു, 2011 പിന്നെ വന്നു, 2012 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നതിനും വന്ന് തുടങ്ങിയതിനും കാരണം പൊന്നമ്മയാണ്. അതെ, പൊന്നമ്മ ആരാ ജീവിതത്തിൽ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച, ഞങ്ങൾ എന്നും ഞാൻ പള്ളിയുടെ അടുത്താണ് ഞാൻ താമസിച്ചത്. അപ്പോൾ അവിടുന്ന് പിന്നെ തുടർന്ന ഒരുമിച്ച് പോക്ക് സ്കൂളിൽ വരെ. ഇങ്ങോട്ടൊരു ദിവസം ഫോൺ ചെയ്ത എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
എന്താ എന്നെ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ആവശ്യപ്പെട്ടു, എനിക്ക് പൊന്നമ്മയൊന്ന് കാണണം, അതെ ഞാനൊന്ന് അത്തടം വരികയാണ് എന്ന് പറഞ്ഞു. അന്നിവിടെ നമ്മൾ വലിയൊരു ആഘോഷമായിരുന്നു. അതെ അച്യുതാനന്ദൻ സഹാവ് വന്നു, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. വാരിത്തരാനുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി അല്ലേ? അതെ ചോറ് ഉരുളയാക്കി വാരിത്തരാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്ന് അന്ന് അവസാനമായിട്ട് വന്നത് അതെ അമ്മമ്മ മരിച്ചു കിടക്കുമ്പോഴാണ്. ആ അത് കഴിഞ്ഞൊരിക്കൽ ഞാൻ വന്നു. ഞാൻ ഇന്നലെ വന്നപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു ഇതാണ് ഗോപി സാറിൻ്റെ വീടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നമുക്ക് അവിടോട്ടൊന്ന് കാണാം, അദ്ദേഹം കാണുകയില്ലായിരിക്കുന്നത്. അപ്പം അവിടെ ചോദിച്ചു, ഉടനെ പറഞ്ഞു ഇപ്പം ഒരു ബിഷപ്പ് ഒന്നുമില്ല ചുമ്മാതെ എന്ന് പറഞ്ഞു. എന്നാൽ ആരും പറഞ്ഞപ്പോൾ എനിക്കൊരു ഫ്രീ അല്ല. അത് കഴിഞ്ഞേച്ച് ചോദിച്ചു അത് ആരാന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ് ഇങ്ങനെ ക്രിസ്തുവിന് കയറി വരാൻ പറയാൻ പറഞ്ഞു. യു ആർ ബിസി അതർവൈസ്. എന്നിട്ട് ഞാനാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡ്രൈവർ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഉടനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞേച്ചാൽ പക്ഷെ അതിന് മുമ്പ് ഒരു തവണ വന്നപ്പം എന്നെ ഡ്രൈവറാക്കി, ഓർമ്മയുണ്ട? ആ അത് ശരിയാ. അത് പറഞ്ഞു ഞാൻ ഇനിയും വരുമ്പോൾ കൊണ്ടുപോകാം. 2010 തോന്നി ഞാൻ പുതിയതായിട്ട് ആദ്യമായിട്ടൊരു വിലയുള്ള കാറ് വാങ്ങി, ഔഡി. അതെ അത് ഞാൻ എന്നെ ഇതിലൊന്ന് പട്ടണം അദ്ദേഹം പലർത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ഗോപി എന്ന് പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ വലിയ ആളാണ്, എൻ്റെ ഡ്രൈവറാണ്. അങ്ങനെയും പറഞ്ഞതായിട്ട് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു തിരുവല്ലയിൽ മമ്മൂക്ക ഒരു സ്റ്റേജിൽ വന്നിരുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് മൈക്കിൽ ചോദിച്ചത് ഞാൻ പിന്നീട് ആരോ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. മമ്മൂക്ക തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. മമ്മൂട്ടി വലിയ സൂപ്പർ താരമൊക്കെ ആയിരിക്കും. മമ്മൂട്ടിക്ക് പക്ഷെ ഒരു ജോലി ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന് ഒരു ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഡ്രൈവർ ഒരു സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ പറഞ്ഞ കഥയും എനിക്കറിയാം. ഞാൻ ഇത് ഇപ്പോൾ 100 വയസ്സാവുന്നു, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഓറിയൻറ്റേഷനിൽ പെട്ടെന്ന് 1918 ജനനം എന്ന് പറയുമ്പോൾ ഒരു ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം, അത് കഴിഞ്ഞ് പിന്നീടൊരു ലോകമഹായുദ്ധം കൂടി, അത് ജീവിതത്തിലാണ്. അത് കഴിഞ്ഞ് എത്രയോ യുദ്ധങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യ സമരം അടക്കമുള്ള, അതിന് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള എത്രയോ നമ്മുടെ രാജ്യത്തെയും ബാധിച്ച, നമ്മളാൽ ബാധിക്കപ്പെട്ട യുദ്ധങ്ങൾ ഒരുപാടുണ്ടായിട്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് ചങ്ങനാശ്ശേരി NSSൻ്റെ ഒരു മീറ്റിങ്ങിന് ഒരു അവാർഡ് തരാൻ വേണ്ടി പങ്കെടുത്തിരുന്നു. അതെ അന്ന് എനിക്ക് ഇതുപോലെ ഒരു കറുത്ത താടി ഉണ്ടായിരുന്നു. ഈ യുദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഒരുപക്ഷെ അന്ന് ഹൃദയം നനയിപ്പിച്ച് ഒരു യുദ്ധക്രിയ എന്ന് പറയുന്നത് ഹിരോഷിമ നാഗസക്കി ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് അത് വേദനിപ്പിച്ചത് തിരുമേനിയെ? അത് എനിക്ക് വലിയ മനംമാറ്റമൊന്നും ഉണ്ടായില്ല. കാര്യം ഈ ജപ്പാൻകാരൊന്നും നമുക്ക് വലിയ പരിചയമില്ല. പിന്നെ ഒത്തിരി പേര് മാറ്റുന്നത് അന്ന് ആ യുദ്ധമില്ല, അതിന് മുമ്പ് യുദ്ധം നടന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് അതുകൊണ്ട് അത് മാത്രമല്ല, എൻ്റെ ഒരു ജോലി മരിച്ചവരെ കുഴിച്ചിടുന്നതാണ്. അപ്പോൾ ഈ മരിച്ചവനെ കുഴിച്ചിടുന്നതാ ജോലി. അതുകൊണ്ട് മരണത്തെ അങ്ങനെ ദുഃഖിപ്പിക്കുന്ന ഒന്നല്ല. പക്ഷെ എങ്കിലും രാജ്യത്ത് സമാധാനം ഹിരോഷിമയൊക്കെ വലിയ ദുഃഖം ഉണ്ടാക്കുന്നത് ക്രൂരമായ നടപടിയായി. എത്ര ആളുകൾ മരിച്ചെത്ര അന്നത്തെ ആ പേപ്പർ റിപ്പോർട്ട്സൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ദുഃഖമായിരുന്നു. ഇപ്പം അതിന് സമാനമായ ഒരു അന്തരീക്ഷം പലപ്പോഴും
പുറത്ത് അല്ല ഇപ്പോഴുള്ളത് ഇങ്ങനെ ഓരോരുത്തർ ഇതൊരു വലിയ കൂട്ടത്തെ അങ്ങ് നശിപ്പിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള പോലുള്ള. അമേരിക്കയും കൊറിയയുമായിട്ട് ഒരു കൊമ്പ് കോർക്കലിൽ നിൽക്കുന്നു. അതെ, ഒരു യുദ്ധത്തിൻ്റെ ഭീഷണി എവിടെയൊക്കെയോ മുഴങ്ങി കേൾക്കുന്നു. എന്ത് പറയും അമേരിക്കയോടും കൊറിയയോടും? എൻ്റെ അഭിപ്രായം, ഈ യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യത്വം നഷ്ടപ്പെട്ടവരുടെ പണിയാണ്. മനുഷ്യൻ ദോഷത്തിലാണെങ്കിലും വളരാൻ സമ്മതിക്കണം. ഞാൻ പറഞ്ഞത്, ഈ നന്മ മാത്രം ചെയ്യുന്ന മനുഷ്യൻ ആരുണ്ട്? അതുകൊണ്ട് എന്നാൽ മറ്റു മനുഷ്യനെ നശിപ്പിക്കുന്ന പരിപാടി മനുഷ്യത്വത്തിൽപ്പെട്ടതാണ്. അവനെ വളർത്താനുള്ള ഇപ്പം ഇതുണ്ടല്ലേ കോടീശ്വരൻ. മുമ്പേ പറഞ്ഞ പോലെ ആളുകൾ വായിക്കാനും പഠിക്കാനും ഒക്കെ ഒരു വലിയ പ്രേരണ കൊടുക്കും. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഈ പണം കിട്ടിയവരും ജീവിതത്തിൻ്റെ പുരോഗമനം ഞങ്ങൾക്കൊക്കെ സാധ്യമാണെന്നുള്ളൊരു ദർശനം അവർക്കുണ്ടാകും. അതൊരു വലിയ സംഗതിയാണ്. വായിക്കുന്നതും ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പലതും കാണുന്നു, അതൊക്കെ കണ്ടു, ചിലപ്പോൾ മറന്നു, ചിലപ്പോൾ ഓർത്തു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ആ പരിപാടി വന്നതിന് ശേഷം കാണുന്നതും അനുഭവത്തിൽ വരുന്നതുമായ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ പതിപ്പിച്ചു വെക്കാനുള്ള ഒരു കരുതൽ, ആ ഒരു പ്രവണത കുറച്ച് വർദ്ധിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. മറ്റു മനുഷ്യൻ അവൻ വളരാനും ഉയരാനും അവന് പ്രേരണ നൽകണം. അവനെ വളർത്തുകയല്ല, അവൻ വളരണം. അപ്പം അതിനുള്ള പ്രേരണയാണ്. അവിടെ വരുന്ന എല്ലാവരും തങ്ങൾക്ക് വലിയ അനുഗ്രഹം ലഭിക്കുമെന്നുള്ളൊരു ചിന്തയോടാണ്. വലിയ പ്രതീക്ഷയായിട്ടാണ്. അതൊരുപക്ഷെ അവിടെ വരുന്നതിലൊരു ഭൂരിഭാഗം ആൾക്കാർക്കും ജീവിതത്തിൻ്റെ അങ്ങേ അറ്റമെത്തി, ഇനി ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നിടത്ത് ഒരു തീഗോളവുമായിട്ടാണ് അവർ പിന്നെ പോകുന്നത്. വെളിച്ച ഗോളവുമായിട്ടാണ് അവർ ആ ഷോയിൽ നിന്ന് പോകുന്നത്. അത് വളരെ ഈ യുദ്ധം, അത് കാരണം അതുകൊണ്ടുണ്ടാകുന്ന മരണം, ശവം അടക്കുന്നതാണ് ജോലി, ആ ഒരു റെഫറൻസ് എനിക്ക് ഭയങ്കര യാഥാർത്ഥ്യമുണ്ടതിൽ. എങ്കിലും ആ യുദ്ധം പകർന്നു നൽകുന്ന വേദന എന്ന് പറയുന്നത് ഭീകരമാണ്. അടിച്ചേൽപ്പിക്കുന്ന രോഗം, അതായത് ഒരുപക്ഷെ സർക്കാരുകൾക്ക് തന്നെ കെടുകാര്യസ്ഥത, അതുകൊണ്ട് വിഷമുള്ള ഉൽപ്പന്നങ്ങൾ കഴിച്ച് നമുക്ക് രോഗം അടിച്ചേൽപ്പിച്ച് അത് സമ്മാനിക്കുന്ന മരണം. അതാ ഞാൻ പറഞ്ഞത്. ഇന്ന് മരണം വിൽക്കുകയാണ്, നമ്മൾ വാങ്ങുകയുമാണ്. നമ്മൾ പോയി, ഞാൻ പറഞ്ഞില്ല അവിടെ ടാങ്കിൻ്റെ അതിഥിത്തേക്കോന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഞാനത് പറഞ്ഞു അത് വാങ്ങിക്കുന്ന നമ്മൾ വല്ലവരും കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നമുക്കതിന് രുചിയുണ്ടെന്നുള്ള ഒറ്റ കാരണത്താൽ അത് കഴിക്കുകയാണ്. അത് നശിപ്പിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ഇവിടെയും മനുഷ്യനെ നശിപ്പിക്കുന്ന ഒത്തിരി സാധനം മിക്കുകയൊക്കെ ചെയ്യുന്നു, അതുണ്ടാക്കുന്നു. അതിനെയൊക്കെ നമ്മൾ എതിർക്കണം. അതിനെ എതിർക്കുന്നത് ഒരുപക്ഷെ നമ്മളത് ഉപയോഗിക്കാതെ നമ്മളത് വാങ്ങുകയും കഴിക്കുകയും ഇല്ല എന്ന് വരുത്തിയാൽ അതാണ് ഏറ്റവും വലിയ സമരം. അതെ, നമ്മളെല്ലാവരും കൂടെ കൂടിയെങ്കിലേ മനുഷ്യൻ നന്നാവുകയുള്ളൂ. നമ്മൾ പറയും നീ കഴിക്കരുത്, ഞാൻ കഴിക്കുകയാണെങ്കിൽ അത് ശരിയല്ല.
അവനെ നശിപ്പിക്കുന്നത് ഞാൻ വളർത്തുകയും വരുത്, വിൽക്കുകയും വരുത്, വാങ്ങുകയും വരുത്. ഇതിപ്പോൾ ഈ പച്ചക്കറിയിൽ മുഴുവൻ കച്ചവട ഉന്നം വെച്ച് യഥാർത്ഥ പച്ചക്കറിയുടെ വലിപ്പം 2-3 ഇരട്ടിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് രോഗം അടിച്ചേൽപ്പിക്കുന്നു. അതെ, അത് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ മരിച്ചു വരുന്ന ഒരാളെ കുഴിച്ചു മൂടുന്ന ചടങ്ങിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാമൂഹികമായ ചിന്താഗതിയിൽ നിന്നുണ്ടാകുന്ന ഒരു വേദന. അത് നമ്മൾ അവനെ കൊന്നത്. ആക്ച്വലി നമ്മൾ ഈ സാധനം ഉണ്ടാക്കി വിറ്റു, അത് ആ സാധനം നല്ലതാക്കി അവന് കൊടുത്തു. അതുകൊണ്ട് അവനെ കൊന്നതിൽ നമുക്കൊരു വലിയ പങ്കാളിത്തമുണ്ട്. നമ്മൾ കൊന്നു കുഴിച്ചു മൂടി അതെ എന്നുകൂടി പറയേണ്ടി വരും. അത് തന്നെയാണ്. അത് ഞാൻ ഇനിയും പറയുമ്പോൾ ഇതോടെ പറയാം. കൊന്ന് കുഴിച്ചു മൂടി റൈറ്റ്. ഇത് മാറിയിട്ട് മനുഷ്യൻ വളരാനുള്ള കാര്യം ഉണ്ടാകണം. ജീവിക്കാനും വളരാനും ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം. ഞാനിപ്പോൾ എനിക്ക് ഇതുവരെയും നമ്മൾ തങ്ങൾ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയമില്ലായിരുന്നു. ഞാൻ എല്ലാ രാഷ്ട്രീയത്തെയും സ്നേഹിക്കുകയും എല്ലാ രാഷ്ട്രീയത്തിലെയും നല്ല അംശങ്ങളുടെ കൂടെയും നിന്നിരുന്ന, എന്നാൽ ആ നല്ലതല്ല എന്ന് തോന്നിയ നിമിഷം അവരെയൊക്കെ വിമർശിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളായിട്ടായിരിക്കും എന്നെ പരിചയമല്ലേ. ഞാൻ പലരെക്കുറിച്ചും പരാമർശിച്ച് തിരുമേനിയോട് സംസാരിച്ചിട്ടുണ്ട്. അവരതങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും എന്നോട് യോജിച്ചിട്ടുമുണ്ട്. ഇന്നെനിക്കൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയമെന്ന് പറയുന്നത് ഈ രാജ്യം വഴി, ഈ രാജ്യം നന്നാക്കുന്നത് വഴി ലോകത്തിന് ഈ രാജ്യത്തിൻ്റെ സംഭാവന നൽകാൻ വേണ്ടി ഈ രാജ്യത്ത് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള എല്ലാ അധമങ്ങളുടെയും ഒരു തിരുത്തൽ വാദിയാണ് എന്ന് കരുതുന്ന എൻ്റെ പ്രധാനമന്ത്രിയെ മാത്രം നമ്പി വന്ന ഒരു രാഷ്ട്രീയമാണ് എൻ്റേത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണോ അതാണ് എൻ്റെ രാഷ്ട്രീയം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ രാഷ്ട്രം തന്നെയാണ് എൻ്റെയും രാഷ്ട്രീയം. അതെ, ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ നടക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ട് ഡ്രൈവറുണ്ട് എൻ്റെ കൂടെ വരാൻ. അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവന്നു. അദ്ദേഹം ഞാനും അതൊക്കെ തന്നവനും കൂടെ വന്നു. പക്ഷേ ഞാൻ കാറിൽ നിന്നിറങ്ങിയപ്പം മുതൽ അദ്ദേഹം എന്നെ പിടിച്ചു തിരിച്ച് കാറൊക്കെ എത്തുന്നത്. അതായത് അദ്ദേഹം എന്നെ വലിയൊരു കാര്യം പഠിപ്പിച്ചു. നിൻ്റെ ഡ്രൈവറല്ല നിന്നെ നോക്കുന്നത്, നിൻ്റെ രാജ്യമാണ്. മനസ്സിലായോ? അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. അതായത് അവൻ്റെ ആവശ്യമില്ലാതാക്കി. അത് അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യൻ, ഒരു സാധാരണക്കാരനായി എന്നെ കരുതിയതുപോലുള്ള. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിടിയിലായിപ്പോയി. ഞാനും അദ്ദേഹത്തിൻ്റെ പിടിയിലാണ്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. മറ്റു മനുഷ്യൻ എൻ്റെ ആവശ്യമായി കാണണം. അവൻ്റെ വളർച്ച എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. അത് നമ്മൾ വരുമ്പോൾ ലോകം വളരെ വ്യത്യാസപ്പെടും. ആ നിലയ്ക്ക് എൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്താണ്? ഒന്നൊരു അഭിപ്രായം പറയാൻ മാത്രം അറിയില്ല. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു എന്നോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, അങ്ങയോട് ഗുണതോ സംസാരിക്കും, അങ്ങനെയൊരു ഉപദേശം തരാനും മാത്രം പോഷനല്ല ഞാൻ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു താല്പര്യം, അടിസ്ഥാന ആവശ്യം എല്ലാ മനുഷ്യർക്കും ഈ ഭാരതത്തിലുണ്ടായിരിക്കും. അടിസ്ഥാന ആവശ്യം, ലക്ഷറീസ് അല്ല.
അതെ, അദ്ദേഹം അത് പറഞ്ഞു. ഇത് നല്ല അതിന് ഞാൻ ശ്രമിക്കാം. അത് കേട്ടത് എനിക്ക് വളരെ സന്തോഷം. അതായത് ഇന്ന് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ട് ആ മനുഷ്യനെ വഷളാക്കുക. എല്ലാവർക്കും മറ്റ് ലക്ഷറിയൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനെനിക്ക് വിരോധമില്ല. പക്ഷെ എല്ലാവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കും. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ പദവിയിലേക്ക് വരുന്നതിന് മുമ്പുള്ള വിളംബരങ്ങളിൽ പറഞ്ഞത് മുഴുവൻ തിരുമേനി ആവശ്യപ്പെട്ട ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. ഇന്ന് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് തന്നെയാണ്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചതും സ്വച്ഛ് ഭാരത് മിഷനാണ്. അത് കഴിഞ്ഞ് കൂരയില്ലാത്തവന് അവൻ്റെ മാനം, അവൻ്റെ ജീവിതം സംരക്ഷിച്ചു പിടിക്കാൻ കൂര, ആവാസ് യോജന. ഇപ്പം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബസ് സ്റ്റാൻഡുകൾ പണിത് കൊടുക്കരുതേ. ബസ് സ്റ്റാൻഡുകളില്ലേ, ബസ് ഷെൽട്ടറുകൾ, നമ്മൾ ഇങ്ങനെ കാണത്തില്ലേ, ഇന്ന MP-യുടെ ഫണ്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് ബസ് സ്റ്റാൻഡ് ചെയ്തു വെക്കുമല്ലോ, ബസ് ഷെൽട്ടറുകൾ. ബസ് സ്റ്റോപ്പിൽ കൂരയൊക്കെ പണിതിട്ട് കുറച്ച് ടിന്ന് ഷീറ്റൊക്കെ ഇട്ടിട്ട് അതിന് 10-12 ലക്ഷം രൂപയാവുന്നുണ്ട്. അതൊക്കെയും ജനങ്ങളുടെ മനസ്സിൽ നിന്നും അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയിൽ നിന്നും തുരുമ്പെടുത്ത് പോകും, നിലനിൽക്കില്ല. നിങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങൾ BJP MP-മാർക്ക് നടത്തിയ ക്ലാസ്സിൽ പറഞ്ഞതാ, ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം. അതിന് ഒരു സൂചന എനിക്ക് നൽകാവുന്നത്, നിങ്ങൾ ഗ്രാമങ്ങളുടെ അങ്ങേ കോണിലുള്ള വീടുകളിൽ ചെന്ന് കയറണം. ജനിച്ചപ്പം മുതൽ അടുപ്പിൽ ഊതി തിരിച്ച് ചാരവും പുകയും വലിച്ചു കയറ്റുന്ന അമ്മമാരുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ, വനിതകളുണ്ടെങ്കിൽ അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് അവർക്ക് സൗജന്യമായി ഉജ്ജ്വല യോജന വിധി പ്രകാരം ഫ്രീ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ഓരോ ഗ്രാമത്തിലും 100 വീടെങ്കിലും വെച്ച്, ഓരോ ജില്ലയിലും ഓരോ സംസ്ഥാനത്തും മൊത്തം രാജ്യത്തിൽ ലക്ഷക്കണക്കിന് അമ്മമാര് പുക അടുപ്പുകളിൽ നിന്ന് മോചിതരാക്കിയാൽ നിങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കും. അതെ, അത് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു. അവരെ ഈ പുകയെല്ലാം അവരുടെ ഉള്ളിൽ കയറി അവരുടെ ആരോഗ്യവും പോകും. അവർക്ക് ഈ സേവനത്തോടുള്ള തൃപ്തി, സന്തോഷവും പോകും. കാരണം അവർ ഇതെല്ലാം പോകുമ്പോൾ ഈ പുകയെല്ലാം അവരുടെ ഉള്ളിൽ കയറി അവരുടെ ഭാവി മോശമാകും. നേരെ വെച്ച് ഗ്യാസ് ആകുമ്പോൾ അത്രയും പ്രശ്നമില്ല. അതൊക്കെ വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയ സംഗതിയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഫ്രീ കണക്ഷൻ കൊടുക്കാനും സബ്സിഡൈസ്ഡ് സിലിണ്ടർ കൊടുക്കുന്നതിനും വേണ്ടിയാണ് ആദ്യം അദ്ദേഹം ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എൻ്റെ സബ്സിഡി ഞാൻ വേണ്ടാന്ന് വെച്ചു. അതിവിടെ ഇന്ത്യൻ ഓയിലിൻ്റെ ഓഫീസേഴ്സ് ഇവിടെ വന്നിരുന്നാണ് എൻ്റെ അടുത്ത് നിന്ന് ഒപ്പിട്ട് വാങ്ങിപ്പോയത്. എൻ്റെ 2 കണക്ഷൻ ഉണ്ടായിരുന്ന സബ്സിഡി എനിക്ക് വേണ്ട, ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് ഭാരതത്തിൽ ഒപ്പിട്ട് കൊടുത്തത്. അതിൽ നിന്നുണ്ടായ ഒരു സമാഹരണത്തിൽ നിന്നാണ് ഇന്ന് പാവപ്പെട്ടവന് ഫ്രീ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നതും സബ്സിഡൈസ്ഡ് സിലിണ്ടറുകൾ കൊടുക്കുന്നത്. ഇന്നിപ്പോൾ എത്ര % ആളുകൾക്ക് ഇങ്ങനെ കിട്ടും? BPL കാറ്റഗറിയിലുള്ള എല്ലാവർക്കും ഇത് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പോൾ BPL കാർഡ് എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരു കണക്കെടുപ്പ് നടത്തുന്നതിന് നമ്മുടെ ഓഫീസർമാർക്കൊരു സിസ്റ്റമുണ്ട്. ഇപ്പോൾ 2015 വരെ അതിൻ്റെ കണക്കെടുപ്പ് നടന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ 2015 വരെ BPL കാറ്റഗറിയിൽ പെടുന്നവരുടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉജ്ജ്വല യോജനയിൽ 15ലെ ലിസ്റ്റിലുള്ളവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം കണ്ടെത്തുന്ന കാരണങ്ങളാണ്. അപ്പോൾ അത് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചുകൊണ്ട് അതിനൊരു തിരുത്തലുണ്ടാക്കുന്നതിനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം
ഈ വിദേശീയ നേതാക്കന്മാരുമായി നല്ല ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സമർത്ഥം. അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ ഇൻഫ്ലുവൻസ് ഭയങ്കര. പക്ഷെ അന്നേരവും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിദേശ രാജ്യങ്ങളിൽ കറങ്ങി നടക്കുന്നു എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വിമതസ്വരം. അതൊരു കാര്യമുണ്ട്. മറ്റവൻ നല്ലവനാന്ന് പറയുന്ന മനുഷ്യരെ ആ പഴയ ലോകത്തിൽ 5 or 6 കാണുള്ളൂ. നമ്മളെക്കാൾ മറ്റുള്ളവർ, ഇപ്പം ഞാൻ എന്നേക്കാൾ മറ്റവൻ യോഗ്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയണം. മനസ്സിലായി? ഞാൻ പറയാം മറ്റുള്ളവരെ ബഹുമാനിക്കുക, അതൊക്കെ പറയുന്നത് ഞാൻ. എന്നാൽ എന്നേക്കാൾ മറ്റേ ബിഷപ്പ് അല്ലെങ്കിൽ മറ്റേ ഇയാളും എടുക്കാമെന്ന് ഈ കാര്യത്തിൽ അപ്പം ഞാൻ പറയാം. നമുക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനല്ല, നമ്മൾ ഉന്നതരാകണം. അതാണ്. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം വിഴുങ്ങണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പറയുന്നത് വിഴുങ്ങിയിട്ട് പറഞ്ഞതല്ല ഞാൻ പറയുന്നത്, അന്നേരവും നമ്മുടെ മനോഭാവം അതാണെന്ന് പറയും. അതെ, അന്നോ ഞാൻ അതിനോട് യോജിക്കുന്നു. ഈ രൂപ മാറിയത് അദ്ദേഹം വിചാരിച്ചതുപോലെ വിജയിച്ചു. അദ്ദേഹം വിചാരിച്ചതല്ല, അദ്ദേഹം ഡിസൈൻ ചെയ്തതുപോലെ തന്നെ വിജയിച്ചു. അതിന് മേൽ വിജയം ഇപ്പോഴും വന്നുകൊണ്ട്. ഇതൊരു കെമിക്കൽ റിയാക്ഷനാണ്. ഇത് ചില സംവിധാനങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ട് അതിനൊരു റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഇതിനകത്തിടുന്ന കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സോൾട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആസിഡ് എല്ലാം അതിന് ഉതകുന്ന രീതിയിലാണ് ചേർത്തത്. അത് കൃത്യമായി അദ്ദേഹം ചെയ്തു. അതിന് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള റിസൾട്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മുഖ്യമന്ത്രി അല്ല, ഫിനാൻഷ്യൽ മന്ത്രി കേരളത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പണം അത് മിഥ്യയോ സത്യമോ, ഈ പണം മാറ്റത്തിനെ കുറിച്ച്. അത് ഞാൻ വായിച്ചു. ചെറിയ പുസ്തകം. അപ്പം അദ്ദേഹം പറയുന്നേ വിചാരിച്ചെത്തിയില്ല, അത് എങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുണ്ട്, എവിടെ നിന്ന് സൂക്ഷ്മങ്ങൾക്ക് പറയാൻ വയ്യ എന്ന് പറഞ്ഞു. അത് ആദ്യ സമയത്ത് കുറച്ച് വിഷമം ആളുകൾക്കുണ്ടാക്കി. എന്നാൽ കള്ളപ്പണം നിന്നോ ഇല്ലയോ അത് നടന്നെങ്കിൽ വലിയ സംഗതിയാണ്. ഇത് എല്ലാത്തിനും നമ്മളൊരു തുടക്കം കുറിക്കണം അല്ലേ? ഒരു സാമ്പത്തിക വിദഗ്ധൻ അങ്ങനെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു നടപടിയോടുകൂടി എന്തൊക്കെയോ തെറ്റിപ്പോയി. അദ്ദേഹം വിചാരിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ കുൽസിതം എത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ തകർന്നതിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അതായിരിക്കും, എനിക്കറിയത്തില്ല. രാജ്യത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വിചാരിച്ചതായില്ല, നല്ല ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ആ പുസ്തകം വ്യക്തമാണ്. കാരണം കേരളമെന്ന് പറയുന്നത് ഭാരതത്തിനകത്താണ്. ഭാരതം കേരളത്തിലുണ്ട്, പക്ഷെ കേരളം ഭാരതമല്ല. കേരളം ഭാരതത്തിൻ്റെ ഹൃദയമോ കിഡ്നിയോ ലിവറോ അങ്ങനെ ഒരു അവയവം മാത്രമാണ്. ശരീരം നിലനിൽക്കണം. ആ ശരീരത്തിൻ്റെ ഘടന ശുദ്ധമായി നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കുണ്ട്. അത് സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ അതിന് ശക്തനായ ഒരു മന്ത്രിയെയും അവിടെ വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്ന്, റിസർവ് ബാങ്കും എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഡിസൈനിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് 2 വർഷത്തിനുള്ളിൽ ഭാരതത്തിലെ ജനങ്ങൾ അത് ഇപ്പം എനിക്ക് അതിനെപ്പറ്റി പറയത്തക്ക അറിവില്ല. മനസ്സിലായോ? അല്ല, ഞാനും അറിവുണ്ടായിട്ട് പറയുന്നതല്ല, ഞാനൊരു പ്രജയായി നിന്നുകൊണ്ട്. എന്നാൽ കുറച്ച് നാളത്തേക്ക് ആളുകൾക്ക് പ്രയാസമുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പ്രയാസം ഉണ്ടായിരുന്ന ഇല്ലാത്ത ഒരു കാര്യം
നമ്മളിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വാഴ വെക്കണമെങ്കിൽ കിളച്ച് മറിക്കണം. ചിലപ്പം നമ്മൾ കുടിക്കേണ്ട വെള്ളം കൂടി അതിന് കൊടുക്കേണ്ടി വരും. അതെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, അദ്ദേഹം വിചാരിച്ച വഴിയിൽ കൂടാണോ ഒഴുകിയത്, അതോ വിചാരിക്കാത്ത വഴിയിൽ കൂടെ ഒഴുകിയോ? അല്ല, വിചാരിക്കാത്ത ചില വേദനകൾ വന്ന് പതിച്ചു. അത് ഡിസൈനിലുണ്ടായിരുന്നില്ല, അത് മനഃപൂർവ്വമല്ല. പക്ഷെ എപ്പോഴും അങ്ങനെയാണ്. ഒരു രോഗം തുടങ്ങുമ്പോൾ നമ്മൾ ചികിത്സിച്ചാൽ ചികിത്സയിൽ രോഗിയുടെയും ചികിത്സിക്കുന്ന ഡോക്ടറുടെയും കാഠിന്യം, രോഗിയുടെ വേദനയുടെ കാഠിന്യം, ഡോക്ടർക്ക് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള ഒരു ചുമതലയുടെ കാഠിന്യം ഇത് കുറവായിരിക്കും. പക്ഷേ രോഗം വഷളായ കണ്ടീഷനിലാണെങ്കിൽ ഈ രണ്ടുപേരുടെ അവസ്ഥ എന്തായിരിക്കും? അതെ, അതാണ് ഇന്ന് ഭാരതം സാമ്പത്തിക വിഷയത്തിൽ ഭയങ്കരമായ വിക്രിയകളിൽ മുങ്ങി വളരെ ദോഷകരമായ ഒരു മരണാസന്നമായ ഒരു പോക്കിലായിരുന്നു നടന്നിരുന്നത്. അതിൽ നിന്ന് തിരുത്തി കൊണ്ടുവരുന്നതിന് എപ്പോഴും നമുക്ക് കുറച്ച് ത്യാഗം ഞാൻ സമ്മതിച്ചു. അപ്പം വിചാരിച്ച രീതിയിൽ തിരുത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണോ? അതെ, ഉറപ്പായിട്ടും അതിന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ചില ആൾക്കാർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അവർ ബോധ്യപ്പെടേണ്ടി വരും. അതായത് ഇത് നമ്മൾ ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിച്ച് ഇതിൻ്റെ സാധ്യത യഥാർത്ഥമാക്കണം. അത് ഇവർ മനസ്സിലാക്കുന്നുണ്ടോ മറ്റ് ആളുകൾ എന്നുള്ളതാണ്. ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 9 പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങുകളിൽ ഇരുന്നിട്ടുണ്ട്. എല്ലാ ആഴ്ചയിലും പാർലമെൻറ്റുള്ള സമയത്ത് ഉണ്ടാവും. അദ്ദേഹം പങ്കെടുക്കാത്ത പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഏതാണ്ട് 9 തവണ പ്രസംഗിക്കുമ്പോൾ ഞാൻ ഹൃദയം കൂർപ്പിച്ച് വെച്ചാണ് കേട്ടിട്ടുള്ളത്, കാത് കൂർപ്പിച്ചല്ല. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പിടി വരികൾ വളരെ പ്രസക്തമാണ്. അത് ഒരു കാരണവശാലും പുറത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗവുമില്ല. കാരണം പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിൽ ഞങ്ങളിത് റെക്കോർഡ് ചെയ്യാറില്ല, വീഡിയോ എടുക്കാറില്ല. കാരണം പൂർണ്ണ അച്ചടക്കത്തോടെ അവിടെ ഇരിക്കണം അംഗങ്ങൾ. അങ്ങനെ അച്ചടക്കത്തോടിരുന്ന് കേട്ട് ഹൃദയത്തിൽ പതിപ്പിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഇന്ന് ഹൃദയത്തിന് വലിയ, മൂളയ്ക്കല്ല ഹൃദയത്തിനാണ് വലിയ വില എന്ന് കൽപ്പിക്കുന്ന ഒരു തിരുമേനി എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ ഹൃദയത്തിൽ പതിപ്പിച്ചത് എനിക്കൊന്ന് പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പറഞ്ഞോട്ടെ. അദ്ദേഹം ഈ പണം മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ ഒരു സംക്ഷിപ്തമായ ഒരു മറുപടി ഇതാണ്: നിങ്ങൾ എൻ്റെ കൂടെ എല്ലാവരും നിൽക്കണം. ഞാൻ ഭാരതത്തിലെ നിർധനരായ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ തെളിയിക്കും. അതെ, അതാണ് വേണ്ടിയത്. അത് സംഭവിക്കും തിരുമേനി, അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഇത് വാഗ്ദാനമല്ല, ഇത് വലിയ വിശ്വാസത്തിലൂന്നിയ ഒരു ഉറപ്പാണ്. അതാണ് നമുക്ക് വേണ്ടിയത്. അതുകൊണ്ട് അദ്ദേഹം പാവങ്ങളെ കരുതുന്ന ഒരാളാണ്. പാവങ്ങളെ മാത്രമേ ഹിന്ദുവിനെ കരുതും, മുസ്ലിമിനെ കരുതും, ക്രിസ്ത്യാനിയെ കരുതും എന്നൊന്നും നമ്മൾ വ്യാമോഹിക്കേ വേണ്ട. അദ്ദേഹം ഭാരതീയന് വേണ്ടി കരുതും, ഭാരതീയനെ ആദരിക്കും, ആചരിക്കും. പക്ഷെ നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഭാരതീയനാണോ എന്ന്. അത്രയുള്ളൂ. പിന്നെ അദ്ദേഹം ഈ ഭാരതീയനെ വളർത്താനുള്ള വലിയ താല്പര്യമുള്ള ആളാണ്. ഭാരതീയത തുളുമ്പുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടോ? സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? അധികം കണ്ടിട്ടില്ല. എന്നാലും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇഷ്ടപ്പെട്ട വേഷം ഏതാ? എൻ്റെ ഞാൻ അതിപ്പോൾ പറയാൻ എനിക്ക് വലിയ പ്രയാസമാണ്. ഓരോന്ന് കാണുമ്പോഴും എനിക്ക് തോന്നിയത് നല്ലതായിരിക്കും. അതായത് പോലീസ് വേഷത്തിൽ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അത് കാണുമെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടിട്ടുണ്ട്. ഈ ഇതിന് വരുമല്ലോ, എന്നാ അന്നേരം ഓരോ വേഷമായില്ല, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടം. അതായത്
പിന്നെ നല്ല ഡ്രസ്സും ഒക്കെ ഇടുന്ന കാര്യം എനിക്കതുപോലെ ആകാനായിട്ടുള്ള ആഗ്രഹമുണ്ടാക്കും. ഞാനൊരു കുറിയാനുണ്ട്, ഗാന്ധിജി ഉടുത്ത പോലെ മാത്രം ഉടുത്തോണ്ട് വന്നാൽ ഗാന്ധിജിക്ക് വേണ്ടി ഇരുന്നത് അവൻ്റെ അംഗീകരിക്കപ്പെടണമെന്നുള്ളതാണ്. എന്നാൽ മറ്റേ ഈ വേഷം എന്താണെന്ന് ചോദിച്ചാൽ നീ കുറച്ചുകൂടി ഉന്നതനാകാൻ ശ്രമിക്കണം. ഇന്നത്തെ ഏറ്റവും താണ ലെവലിൽ നിൽക്കാനല്ല, ഉന്നതമായ വേഷത്തിൽ ഉന്നതമായ അഭിപ്രായങ്ങളിൽ നിൽക്കണം. അതുകൊണ്ട് വേഷത്തിൽ നല്ല വേഷമൊക്കെ ഇടുന്നതിനോട് എനിക്ക് വേണ്ട മറ്റുള്ളവർ ചെയ്യുന്ന അനുകൂല കാര്യം. അത് മറ്റുള്ളവനും ഉയരണം. അവനെന്നും കുറിയാണ്ടെടുത്തോണ്ട് നടക്കണം എന്ന് വിചാരിക്കരുത്. എൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ടി വിയിലെ ഷോ കോടീശ്വരൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കലാപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ വളരെ നന്നായിട്ട് അറിയാം. കലാകാരിയുടെ കൊച്ചു മരുമകൻ എന്ന നിലയ്ക്കും അറിയാം. അറിയാം. പക്ഷെ ഇപ്പം അറിയുന്നത് വേറെ ഒരു പദവിയിലും കൂടിയാണ്. ആണോ? ആ ഞാൻ സമ്മതിച്ചു. അതായത് ഇപ്പോൾ അറിയുന്നത് സാധുക്കളുടെ സംരക്ഷണത്തിൽ ഉള്ള വലിയ താല്പര്യമാണ്. അത് വളരെ നല്ലതാണ്. അപ്പം ഇന്നാണ്ട് എൻ്റെ ഒരു ആരാണ്ട് വന്ന് പറഞ്ഞു, ഒരെഴുത്ത് തരണം, അവരുടെ മകളുടെ കല്യാണം ഏതാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയത്തില്ല, അദ്ദേഹം നിങ്ങളെ അറിയത്തില്ല. നിങ്ങളെക്കാൾ സാധുവായ ഒരാളിന് അദ്ദേഹം കൊടുക്കേണ്ട പണം ഞാൻ എടുത്ത് നിങ്ങൾക്ക് തരുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള കഴിവുണ്ട്. അദ്ദേഹം ചെയ്യുന്നത് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ എഴുതാറില്ല. കാരണം അദ്ദേഹം ഒരു സായിപ്പാറ്റിനെ ഞാൻ എഴുതിയത്. അദ്ദേഹത്തിന് ഇവിടെയൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എഴുതത്തില്ല എന്ന് പറഞ്ഞു. ഈ ഓരോരുത്തരെ അദ്ദേഹത്തിന് സമൂഹത്തോട് ചുമതലയുള്ള ആളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വേണം താല്പര്യപ്പെടാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഇദ്ദേഹവും സമൂഹത്തെ നമ്മളെ പ്രധാനമന്ത്രി, എന്നാൽ അദ്ദേഹം എങ്ങനെ ചെയ്യേണ്ടതെന്ന് അദ്ദേഹമാണ് നിശ്ചയിക്കേണ്ടത്. മനസ്സിലായോ? ഞാൻ ചോദിച്ചാൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ തന്നെത്താൻ ആരോടും വഴി ചോദിക്കാതെ പോയാൽ തെറ്റിയ വഴിയെ പോകാം. അപ്പോൾ അത് തിരുത്തണം. അതിനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ മറ്റേ പുസ്തകം വായിച്ച്, ചെറിയ പുസ്തകം, മിഥ്യയാണോ സത്യമാണോ? അപ്പോഴും മിഥ്യയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല. സംശയമാണ് അപ്പോഴും പുള്ളിക്ക്. അതെ, മിഥ്യയാണോ സത്യമാണോ എന്നാണ്. അപ്പോൾ ഒരു സത്യം ഉണ്ടല്ലേ അതിൽ. ഇത് ഈ നിരീശ്വരവാദം എന്ന വാക്കിന് ഈശ്വര എന്നൊരു വാക്കില്ലെങ്കിൽ പിന്നെ എക്സിസ്റ്റൻസ് ഉണ്ടോ? അതെ, നിലനിൽപ്പുണ്ടോ? ഈശ്വരൻ ഉള്ളിടത്തല്ലേ നിരീശ്വരനും ഉള്ളൂ. അതെ, അത് ശരിയാ. അതൊരു കാര്യമുണ്ട്. ഞാൻ PT പൂന്നൂസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളൊരു മാർത്തോമാക്കാരനൊക്കെ. അയാൾ കോടതിയിൽ ചെന്നപ്പം അയാളോട് കോടതി ചോദിച്ചു, നീ ദൈവവിശ്വാസിയാണെന്ന് പറഞ്ഞല്ല. അപ്പോൾ അയാളുടെ അമ്മാച്ചൻ പറഞ്ഞു, നീ എന്താണ് അത്രയും മണത്തരും? ഉടനെ എൻ്റെ അച്ചായൻ്റെ അയാൾ ഞാനില്ലെന്ന് പറഞ്ഞവണ് ദൈവം ഇല്ലാതാകും. അപ്പോൾ ഞാൻ ചോദിച്ചു, തനിക്കാണോ അവനാണോ കൂടുതൽ ദൈവം? ഈ നമ്മൾ മനസ്സിലായോ? അവൻ പറഞ്ഞു, ദൈവം എന്ന് പറയുന്നത് റിയാലിറ്റി സെൻ്ററായിട്ടുള്ള ഈ സാധു എന്ന് പറയുന്നവൻ ഒന്നിനും കൊള്ളരുതാത്തവനല്ല. അവനെ കൊള്ളരുതാത്തവൻ നമ്മളാക്കിയതാണ്. അതുകൊണ്ട് അവനെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്.
കേന്ദ്രം ഞാൻ പറഞ്ഞ മന്ത്രിയായിട്ട് അല്ലല്ല, ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് കൊണ്ടുവരും. അവനിപ്പം പറഞ്ഞില്ല എല്ലാവർക്കും അടുപ്പ്, അത് ഗ്യാസ് അടുപ്പ്, അതൊക്കെ വലിയ സംഗതിയാണ്. അവർക്ക് ഈ മൂക്കിൻ്റെ അകത്തെല്ലാം പുക കയറി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാ: യു ഗോ ഇൻ ടു ദി റിമോട്ടസ്റ്റ് കോർണർ ഓഫ് എവറി വില്ലേജ് ഇൻ യുവർ സ്റ്റേറ്റ്, go into the homes where the mothers, the ladies eat smoke and ashes, convert their homes. അതെ, അതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഫലവും പുള്ളി പറഞ്ഞു. Then you will live in their hearts that will not rust. തിരുമേനി ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഞാനൊരു സിനിമാ നടൻ മാത്രമാണ്. അതിനുശേഷം മൂന്നാം തവണ വരുമ്പോൾ 2012 ഞാൻ ഒരു അവതാരകനും കൂടിയാണ്, കോടീശ്വരൻ പരിപാടി. അപ്പോൾ അതായിരുന്നു തിരുമേനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് ഇത് 4ാമത്തെ 5ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. 5ാം തവണ വരുമ്പോൾ എനിക്ക് ജനസേവനത്തിനുള്ള ഒരു സ്ഥാനം കൂടി കേന്ദ്ര സർക്കാർ, ഇന്ത്യൻ രാഷ്ട്രപതി നൽകിയിരിക്കുകയാണ്. രാജ്യസഭ MP ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ തിരുമേനി ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഒരു കാരണവരെന്ന നിലയ്ക്ക് എന്താവും എൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുക, എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എങ്ങനെ ആവണം? എന്നാ പറയാം, ഞാൻ ഇപ്പോൾ എന്നോട് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞു. അദ്ദേഹം എവിടെ ആ മനുഷ്യൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയോ അവിടേക്ക് തന്നെ അവനെ മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ പരിപാടി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് നമ്മുടെ പാർലമെൻറ്റും നമ്മുടെ ജനങ്ങളും വിദ്യാഭ്യാസക്കാരും എല്ലാവരും ഈ വലിയൊരു ആദർശത്തോടുകൂടെ പ്രവർത്തിക്കണം. അതാണ് എൻ്റെ താല്പര്യം. അതായത് ഇന്ത്യയിലെ സാധാരണക്കാരൻ അവൻ അസാധാരണക്കാരനായി വളരാനൊക്കെ ഉണ്ട്. ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തണം, ഇന്ത്യയിൽ പ്രവർത്തിക്കണം. അങ്ങനെയെങ്കിൽ ഭാരതത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾ തീരും. ഇന്ന് നമുക്ക് മനുഷ്യൻ്റെ ആവശ്യങ്ങളല്ല, മനുഷ്യരുടെ ആവശ്യങ്ങളാണ് നോക്കുന്നത്, വ്യക്തിയുടെ ആവശ്യങ്ങൾ അതെന്താണെന്ന് കണ്ട് അതിൻ്റെ പരിഹാരത്തിന് വളരെ കാര്യമായി പ്രവർത്തിച്ച് ഇപ്പം പറഞ്ഞിട്ടിപ്പോൾ ഈ ഗ്യാസ് കൊടുക്കും. അതനേകരുടെ രോഗങ്ങളെ, കുട്ടികളുടെ പഠിത്തം ഇതിനൊക്കെ സഹായിക്കുന്നു. അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അവർക്ക് അവൈലബിൾ ആക്കത്തക്കവണ്ണം ഈ രാജ്യം പ്രവർത്തിക്കുന്നതിന് നിങ്ങളുടെ പാർലമെൻറ്റിലെ സാന്നിധ്യം സഹായിക്കട്ടെ എന്നും അങ്ങനെ കേരളം ഒരു ഐശ്വര്യമുള്ള രാജ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതിന് ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി. അതെ, സമൂഹത്തെ വ്യക്തി നയിക്കുകയാണോ വ്യക്തിയെ സമൂഹം നയിക്കുകയാണോ എന്നുള്ള ചർച്ച എക്കാലത്തും ലോകത്തുണ്ടായി. പ്രവാചക തിരുമേനി പറയുന്നുണ്ട്, ഞാൻ അയൽക്കാരനെ കുറിച്ച് അധികം പറഞ്ഞാൽ നിങ്ങൾ സ്വത്തവകാശം വരെ കൊടുക്കേണ്ടി വരും.